ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സിനെ നമുക്ക് സ്വാധീനത്തിലാക്കാൻ സാധിച്ചാൽ എവിടെ പോയാലും എവിടെ ഇരുന്നാലും നമുക്ക് മനഃശാന്തിക്ക് ഒരു കുറവും ഉണ്ടാവുകയില്ല. നമുക്ക് സുഖം തരുന്നത് വസ്തുക്കളോ മറ്റു സ്ഥലങ്ങളോ അല്ല. എല്ലാ സ്ഥലങ്ങളും ദിവ്യസ്ഥാനങ്ങൾ തന്നെയാണ്, പുണ്യസ്ഥലം തന്നെയാണ്. പുണ്യമായൊരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് സമാധാനവും, അല്ലാത്ത സ്ഥലത്ത് വരുമ്പോൾ സമാധാനക്കുറവും തോന്നുക മനസ്സിൻ്റെ അടക്കമില്ലായ്മയെ കാണിക്കുന്നതാണ്. എന്നാൽ മനസ്സൊതുങ്ങിയാൽ എല്ലായിടത്തും നമുക്ക് സുഖവും ആസ്വദനീയവും ആയിത്തോന്നും. ജനമധ്യത്തിലും വിജനമായ സ്ഥലത്തും ഒരേപോലെയായിരിക്കും. കാരണം അത്തരത്തിലുള്ള വ്യക്തിക്ക് സുഖം ലഭിക്കുന്നത് തൻ്റെ മനസ്സിൽ നിന്നാണ്, തന്നിൽ നിന്ന് തന്നെയാണ്, അല്ലാതെ മറ്റു വസ്തുക്കളിൽ നിന്നും അല്ല. കാട്ടിൽ ഇരുന്നാലും എന്താ മനമേ, കോർട്ടിലെ ജഡ്ജിയായി വാണിട്ടും എന്താ, നാട്ടിൽ രാജാവായിട്ടെന്താ, ആത്മവീടിനെ കാണാഞ്ഞാൽ ഒക്കെയും വ്യർത്ഥം. നമ്മൾ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഉയർന്ന സ്ഥാനമാനങ്ങളിൽ വഹിക്കുന്ന വ്യക്തിയായിരുന്നാലും നാട്ടിൽ രാജാവായിട്ടെന്താ, നാട്ടിലെ വലിയ രാജാവായി, കോർട്ടിലെ ജഡ്ജിയായി വാണിട്ടും എന്താ, കോടതിയിലെ ജഡ്ജിയായി വാണിട്ടും എന്താ. നാട്ടിൽ രാജാവായിട്ടെന്താ, ആത്മവീടിനെ കാണാഞ്ഞാൽ ഒക്കെയും വ്യർത്ഥം. നാം നമ്മുടെ സ്വരൂപാവസ്ഥയിലേക്ക് തിരിച്ചു ചെന്നില്ലെങ്കിൽ നമ്മൾ രാജാവായിട്ടും കോർട്ടിലെ ജഡ്ജിയായിട്ടും കാട്ടിൽ പോയിട്ടും ഒന്നും ഒരു പ്രയോജനമില്ല. എന്നാൽ ആത്മവീടിനെ കണ്ടാൽ എല്ലാം ലാഭമായി. ഇതൊക്കെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരേപോലെ തന്നെയായിരിക്കും. നാട്ടിൽ രാജാവായാലും കോർട്ടിലെ ജഡ്ജിയായാലും കാട്ടിൽ പോയാലും ഭിക്ഷാന്തേഹിയായാലും ഒരേപോലെ ആയിരിക്കും. കാട്ടിൽ ഇരുന്നാലും എന്താ മനമേ, കോർട്ടിലെ ജഡ്ജിയായി വാണിട്ടും എന്താ, നാട്ടിൽ രാജാവായിട്ടെന്താ, ആത്മവീടിനെ കാണാഞ്ഞാൽ ഒക്കെയും വ്യർത്ഥം. ഇന്ന് മനുഷ്യൻ കുതിച്ചുകൊണ്ടിരിക്കുന്നത് ബാഹ്യമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും ഉന്നതമായ പദവിക്ക് വേണ്ടിയും സമ്പത്ത് കൊഴിഞ്ഞു മൂടുന്ന പ്രവർത്തികൾക്കും വേണ്ടിയാണല്ലോ ഓരോ മനുഷ്യനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രയധികം സമ്പത്ത് നേടിയാലും, എത്രയധികം ഭൂമി വാങ്ങിക്കൂട്ടിയാലും, എത്ര ഉന്നതമായ അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിലും സ്വന്തം ആത്മസ്വരൂപത്തെ അറിഞ്ഞില്ലെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമാണ്. അതറിഞ്ഞാൽ മാത്രമേ ഇതുകൊണ്ടൊക്കെ പ്രയോജനമുള്ളൂ. ഒന്നിട്ട ശേഷം ഒരു പൂജ്യമിട്ടാൽ ആ പൂജ്യത്തിനും വിലയുണ്ട്. ഒന്ന് മായ്ച്ചു കളഞ്ഞാൽ 1000 പൂജ്യങ്ങളിട്ടാലും ഒന്നിനും വിലയില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒന്നിൻ്റെ സ്ഥാനമാണ് ആത്മവീട് എന്ന് പറയുന്നത്. ആത്മാവിനെ അറിയുക എന്നതാണ് ജീവിതത്തിലെ പരമപ്രധാനമായത്. അതറിഞ്ഞാൽ ബാക്കി എന്തുണ്ടായാലും ഒന്നുമില്ലെങ്കിലും എല്ലാം ഒരുപോലെയാണ്. അവർ സുഖത്തിനായി ഈ ലോകത്തിലെ ഒരു വസ്തുവിനെയും ആശ്രയിക്കുന്നില്ല. അവർ ആനന്ദ സാമ്രാജ്യത്തിൽ വാഴുന്ന ചക്രവർത്തിയായിരിക്കും ആത്മവീടിനെ കണ്ടാൽ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, ഈ ശരീരത്തിലിരിക്കുമ്പോൾ അതാണ് നേടേണ്ടത്. ശരീരം പോയാൽ അത് നേടാൻ സാധിക്കുകയില്ല. ശരീരമുള്ളപ്പോൾ വേണം. ഈ ശരീരം നഷ്ടപ്പെട്ടാൽ ഇനി
അടുത്ത ശരീരത്തിലായിരിക്കും ഇതിൻ്റെ ബാക്കി നേടുന്നത്. അതിനിടയ്ക്ക് എത്രയെത്രയോ കർമ്മവാസനകൾ കൊണ്ടുവന്നാൽ അതും അവിടെ ആത്മചിന്തനം നിഷ്പ്രഭമാകുന്ന ചിന്തകൾ ഒന്നും നമ്മൾ വളർത്തിയെടുക്കരുത്. അതിനാൽ നമ്മിലെ ആത്മസ്വരൂപത്തെ അറിയാൻ പറ്റുന്ന വിധത്തിൽ ആയിരിക്കണം നമ്മുടെ ഓരോ ചിന്തകളും. തീവ്രമായ അഭിനിവേശം ആത്മാവിനെ അറിയാൻ നമ്മുടെ മനസ്സിന് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ മനസ്സ് ആത്മസ്വരൂപത്തിലേക്ക് എത്തുകയും അത് അനുഭവവേദ്യം ആവുകയും ചെയ്യൂ. അതിനായിരിക്കണം നമ്മുടെ അത്യാവശ്യം ഗൃഹകുടുംബാദികളിലുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ, അതാണ് ഏകദേശം ഒരു 60 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൂർണ്ണമായും നമ്മുടെ സ്വരൂപത്തെ തിരിച്ചറിയാനും ആ അറിവ് നേടാനുമായി ആശ്രമങ്ങളിലോ ക്ഷേത്രങ്ങളിലോ അതിന് പറ്റുന്ന സ്ഥലങ്ങളിലോ നമ്മൾ എത്തിച്ചേർന്ന് സംശയ നിവാരണം വരുത്തേണ്ടതാണ്. അപ്പോഴും അതിനും നമ്മൾ ആ യൗവനത്തിലുള്ളതുപോലെ ഗൃഹകുടുംബാദികളിൽ ഒട്ടിക്കിടക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയില്ല. അതാണ് ഇതൊന്നുകൂടി നമ്മൾക്ക് അയവിറക്കാം. ഓരോ സുഭാഷിത രത്നവും നമ്മുടെ ജീവിതത്തിൽ ഓരോ വിളക്കുകളാണ്. കാട്ടിൽ ഇരുന്നാലും എന്താ മനമേ, കോർട്ടിലെ ജഡ്ജിയായി വാണിട്ടും എന്താ, നാട്ടിൽ രാജാവായിട്ട് എന്താ, ആത്മവീടിനെ കാണാഞ്ഞാലൊക്കെയും വ്യർത്ഥം. ഹരേ